ഗ്രീഷ്മ ഈ കൊലപാതകം നടത്തിയത് അതിസമൃദ്ധമായാണ് എന്നുള്ളതിനകത്ത് ആർക്കും സംശയമില്ലല്ലോ. എല്ലാവരും അതിസമൃദ്ധമായി തന്നെ അവരെ കൊല്ലണമെന്ന് തീരുമാനിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, പിന്നെ വിഷം പിന്നെ കലർത്തിയ എന്താണ് കഷായം നൽകി കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അതിൻ്റെ 11 ദിവസം അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്നു. അവയവങ്ങൾ, ആന്തരികവയവങ്ങളെല്ലാം നശിച്ചിട്ടാണ് മരണപ്പെട്ടു എന്നുള്ളതിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ വിശ്വാസവഞ്ചനയാണ് നടത്തിയതെന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല. പക്ഷേ ഈ വിധിയിൽ ഞാൻ വിചാരിക്കുന്നത് ഈ വിധി തൂക്കുകയർ കൊടുക്കേണ്ട വിധിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവർ ചെയ്ത കുറ്റം കുറഞ്ഞു പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഇവരെ പ്രായം കുറഞ്ഞു പോയതുകൊണ്ടോ ഇത് അപൂർവമായ ഒരു വിധിയായിട്ട് ഞാനിതിനെ കേസായിട്ട് ഇതിനെ കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. കാരണം ഇപ്പോൾ അങ്ങനെയാണ് RGKR മെഡിക്കൽ കോളേജിലെ പ്രതിക്കും ഇതുപോലെ തന്നെ ഇന്ന് 2 വിധിയാണല്ലോ ഇന്ന് വന്നത്. അതിലും ഈ തൂക്കുകയർ വരേണ്ടതായിരുന്നല്ലോ. അപ്പോൾ അതാണ് ഞാൻ നോക്കിയത് കുറച്ചും കൂടെ ബ്രൂട്ടലായ കൊലപാതകം നടത്തിയതായിട്ട് തോന്നുന്നു. അവിടെ ഒരു സ്ത്രീയും കൂടിയാണ്. അപ്പം അത് നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഗ്രീഷ്മയ്ക്ക് ജീവപര്യന്തം അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അധികം ചലഞ്ച് ചെയ്യാതെ തന്നെ ആ ഇരട്ട ജീവപര്യന്തം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നല്ല കല്യാണം വരുന്നു. കല്യാണം വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അവർ പറയുന്ന കാര്യങ്ങളിലൊന്നും തെളിവ് സത്യം പറഞ്ഞാൽ അവരുടെ ഭാഗത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഷാരോണിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഷാരോണിൻ്റെ ഭാഗത്ത് ഷാരോ ചിത്രീകരിച്ച വീഡിയോ ഉണ്ട്. അത് ജ്യൂസ് ചലഞ്ചായി കൊടുക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട്. ഈ ദൈവത്തിൻ്റെ കരം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ മാറി എന്നുള്ളത് അവിടെ നിന്നാണല്ലോ ഈ അന്വേഷണം തുടങ്ങുന്നതും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എത്തുന്നതും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നോട്ട് പോകാൻ പറ്റുന്നതും അതിൻ്റെ ഭാഗത്തിലാണ്. നോക്കൂ, ഇപ്പോൾ എത്രയാണ്, ഇപ്പോൾ 39 പേരാണ് കേരളത്തിൽ വധശിക്ഷ വിധിച്ചിട്ട് ജയിലിൽ കിടക്കുന്നത്. അതിൽ 2 സ്ത്രീകളാണ്. 2 സ്ത്രീകളെയും ഈ സെയിം ജഡ്ജി തന്നെയാണ് വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. കാരണം ബഷീർ ജഡ്ജ്, സെഷൻസ് ജഡ്ജ് 4 പേരെയാണ് 8 മാസത്തിനുള്ളിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. 3 പേരെ മുൻപും ഇപ്പം 8 മാസത്തിനുള്ളിൽ 4ാമത്തെ ആളാണ് ഗ്രീഷ്മ എന്നുള്ളത്. 2 ഇപ്പം വധശിക്ഷ വിധിച്ച് കിടക്കുന്ന 2 പേരും 2 സ്ത്രീകളും ഒരേ ജഡ്ജിൻ്റെ ശിക്ഷ പേടിച്ച് വന്ന് കിടക്കുന്നവരാണ് എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ 91-ലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവസാനമായിട്ട് വധശിക്ഷ നടപ്പിലാക്കിയത്. അതിനുശേഷം ഇതുവരെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. പക്ഷേ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം ഒരു കാരണവശാലും പുറത്തു വരാൻ പറ്റില്ല എന്നുള്ളതാണ്. അവർക്ക് പരോൾ അനുവദിക്കില്ല. ഈ പറഞ്ഞ മറ്റുള്ള സംവിധാനങ്ങളിലൊന്നും അവർക്ക് ഭാഗമാകാൻ പറ്റില്ല. അത് കാരണം എന്നാണോ വധശിക്ഷ നടപ്പിലാക്കുന്നത് അന്ന് വരെ വധശിക്ഷ കഴിയേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ. വധശിക്ഷ നടപ്പിലാക്കിയില്ലെങ്കിൽ കൂടെ ഉണ്ടാകുന്ന കാര്യം. പക്ഷേ സ്ട്രോങ്ങായ നിയമങ്ങൾ പാസ്സാക്കുന്ന സ്ഥലത്ത് എന്താണോ ലോവർ കോടതിയിൽ നടക്കുന്നത് അല്ലെങ്കിൽ സെഷൻസ് കോടതിയിൽ നടക്കുന്നത് അത് തന്നെ ഹൈക്കോടതി ചലഞ്ച് ചെയ്താലും സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്താലും ആ വിധി നടപ്പിലാക്കും എന്നുള്ള ഉത്തമ ബോധത്തോടു കൂടി ആയിരിക്കണം ജഡ്ജിമാർ ഇതൊക്കെ ചെയ്യേണ്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ. പക്ഷേ ഈ സമയത്ത് കേരളത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇതുപോലെ ഇനി ചെയ്യാൻ പാടില്ല. എന്തിനാണ് ഈ ശിക്ഷകൾ ഇത്ര കഠിനമായും കൊടുക്കുന്നത്? ഇതുപോലെയുള്ള ഒരു കുറ്റകൃത്യം ഇനി നടക്കരുത് എന്നുള്ള ഒരു മെസ്സേജ് കേരളത്തിൽ. ആ മെസ്സേജ് സത്യം പറഞ്ഞാൽ ഇന്ന് കേരളത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിലൊരു സംശയം ആർക്കും ഉണ്ടാവില്ല. പക്ഷേ ഇത് എന്താണ് പറയുന്നത്, ഇത് അപൂർവങ്ങളിൽ അപൂർവമല്ലാത്ത കേസായതുകൊണ്ട് സുപ്രീം കോടതിൻ്റെ ഒത്തിരി ഗൈഡ് ലൈൻ ഉണ്ട്. വളരെ പ്രായം കുറഞ്ഞ ആൾക്കാർക്കും വളരെ പ്രായം കൂടിയ ആൾക്കാർക്കും വധശിക്ഷ നൽകരുത് എന്നുള്ള അത്രയധികം വധശിക്ഷ നിർബന്ധമായ കേസുകളായിരിക്കണം അല്ലെങ്കിൽ നൽകേണ്ടത് എന്നുള്ള നിരവധി വിധികൾ സുപ്രീം കോടതിയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്താണെങ്കിൽ ഈ പറഞ്ഞതുപോലെ പറ്റും. പക്ഷേ ഇതിനകത്ത് അപ്പീൽ സാധ്യത വളരെ കൂടുതലാണ്. ഹൈക്കോടതിയിലാണെങ്കിലും സുപ്രീം കോടതിയിൽ അപ്പീൽ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഗ്രീഷ്മ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 14 വർഷം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ വയസ്സ് 38 എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് ഒരു മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുന്നതും എനിക്ക് ഇന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടി. അതുകൊണ്ടാണ് ഇന്നലെ എന്തെങ്കിലും പറയാനുണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാനുള്ള കാരണം ഞാൻ പഠിച്ചെല്ലാം റെഡിയായി പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് എൻ്റെ ശിക്ഷ കഴിയും എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അതിന് അവർ വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അപ്പീൽ കോടതി എങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഓരോ വീക്ഷണങ്ങളും ഓരോ വിധികളും വരുന്നത് ഓരോ ജഡ്ജിയുടെ വീക്ഷണങ്ങളും കൊണ്ടായിരിക്കും. ഇപ്പം ഈ AM ബഷീർ ജഡ്ജി ചിന്തിക്കുന്ന പോലെ തന്നെ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു ജഡ്ജി ചിന്തിച്ചോളത്തില്ല. അതുപോലെ അല്ലായിരിക്കും RGKR മെഡിക്കൽ കോളേജിലെ വിധി എഴുതിയ ജഡ്ജി വിചാരിച്ചിട്ടുണ്ടാവുക.
അപ്പോൾ ഓരോ വിധികൾ വരുന്നതും അതാത് ജഡ്ജികൾ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സും അദ്ദേഹത്തിൻ്റെ മനസ്സിലിരുന്ന ആശയങ്ങളും അനുസരിച്ചിട്ടായിരിക്കും വിധി വരുന്നുണ്ടാവുക. നമ്മുടെ ജഡ്ജി നല്ല രീതിയിൽ കവിതയും പിന്നെ അതുപോലെ തന്നെ നോവലൊക്കെ എഴുതുന്ന ഒരു ജഡ്ജിയാണ് എം ബഷീർ എന്ന് പറയുന്നത്. എന്ന് കുറച്ച് നല്ല വിധിയാണ്. പക്ഷേ സമൂഹത്തിന് നല്ല രീതിയിലുള്ള ഒരു എന്താണ് ഒരു ആഗ്രഹിച്ച വിധി ഇത് തന്നെയാണ്. അപ്പം പൊതുവായി നമ്മുടെ ജനങ്ങൾ രണ്ട് തട്ടിലാണ്. ഇതിലും കൂടുതൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനവും, പിന്നെ എന്ന് പറയുന്നത് ഇത്ര വേണ്ടിയിരുന്നോ ഒരു പിന്നെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയല്ലേ എന്നുള്ള നിലയ്ക്കുള്ള ഒരു പ്രതിയല്ലേ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിൽ കൂടുതലുണ്ടാവുക. അത് രണ്ടായിട്ട് ചിന്തിക്കാം. പക്ഷേ അത് തീരുമാനിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും കോടതികളും നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളുമാണ്. അപ്പോൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഇത് എത്ര ശതമാനം വരെ അല്ലെങ്കിൽ എത്ര നേരം എങ്ങനെ ഈ കേസിനെ കാണും എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംശയമുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഈ 39 പ്രതികളെയും അടുത്ത കാലത്തൊന്നും വധശിക്ഷയ്ക്ക് വിധിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ക്യാപിറ്റൽ പണിഷ്മെൻ്റ് അല്ല എല്ലാത്തിനും കാരണം എന്ന് ചിന്തിക്കുന്ന ലോകമാണ് ഇന്നും ഏറ്റവും കൂടുതൽ ഉള്ളത്. ശിക്ഷ വേണമോ എന്ന ചർച്ചകൾ നടക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് ഈ വധശിക്ഷകളും നടപ്പിലാക്കാതെ പോകുന്നതും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ ഒരു ഫെസിലിറ്റിയും ജയിലിൽ അവർക്ക് കിട്ടാതെ വധശിക്ഷ വിധിച്ച ആൾക്കാരായി മാറുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നീതിന്യായ വ്യവസ്ഥകളെല്ലാം ചിന്തിക്കുന്നതും വിധി അങ്ങനെ നൽകാനുള്ള കാരണവും എന്നുള്ളതാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള വളരെ കുറഞ്ഞ കേസുകളെ നമ്മൾ കേട്ടിട്ടുള്ളൂ. കാരണം നമ്മളങ്ങനെ ഈ വിഷം നൽകി കാമുകനെ കൊന്നതും അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടില്ല. അപ്പം ഈ കൂടത്തായിലെ സൈനൈഡിന് ശേഷമുള്ള അടുത്ത ഒരു വലിയ വാർത്ത എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊരു കാര്യം പേരെ കൊന്നിരിക്കുന്നു, 6 പേരെ. അതെ, 6 പേരെ. ഈ ഷാരോണിനെ സംബന്ധിച്ചിടത്തോളം ഷാരോണ് മരിക്കുന്നതിൻ്റെ തലേദിവസം വരെ പിന്നെ ഗ്രീഷ്മേനെ തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. കാരണം ആണുങ്ങൾ അങ്ങനെയാണ്, ആളുകൾ പിന്നെ കുറച്ച് അങ്ങനെ കുറ്റം പറയുന്ന കൂട്ടത്തിലല്ല ഞാൻ പറയുന്നത്. തള്ളി പറയാൻ വിഷമതകൾ സഹിക്കുന്ന കൂട്ടത്തിലുള്ള ആണുങ്ങൾ ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. വിഷം കൊടുത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി സുഹൃത്ത് ബൈക്കിൽ കൊണ്ടുവരികയായിരുന്നല്ലോ. അപ്പോൾ ആ സുഹൃത്തിനോട് മാത്രം അവൾ ചതിച്ചടാ എന്ന് പറഞ്ഞിരുന്നു അത്രേ. പിന്നീട് പോലീസിനോടൊന്നും പറയാതിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് അപ്പോഴേ ബോധ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അവസാന നിമിഷം വരെ പറഞ്ഞില്ല എന്നുള്ളതാണ്. അതാണ് ആ സ്നേഹത്തിന്റെ ആഴത്തെ കോടതി വാചാലമായത്. അതെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ മരിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ NM വിജയൻ്റെ ആത്മഹത്യയിൽ നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ മരിക്കാൻ വെക്കുന്ന ആത്മഹത്യാ കുറിപ്പിലും പാർട്ടീനെ സംരക്ഷിക്കണം എന്ന് എഴുതി വെച്ച ആൾക്കാരുള്ള നാടാണിത്. അപ്പം ഞാൻ സ്നേഹിച്ച പെൺകുട്ടി എനിക്കെതിരെ ഇങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കാനായിരിക്കും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും അവസാനം വരെ ഈ കാര്യത്തെക്കുറിച്ച് അക്ഷരം പോലും മിണ്ടാതിരുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ വിധി സമൂഹത്തിന് നല്ല സന്ദേശമാണ് നൽകുന്നതെങ്കിൽ കൂടെ ഈ വിധി അത്ര മേൽക്കോടതികളെ എത്ര ശതമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഇത് സമൂഹത്തിനൊരു കഷായം തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കഷായമാണ് എന്നുള്ള അഭിപ്രായമാണ്. Meet the editors.